ആസന്നമായ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 9-ാം തീയതിയുടെ സുപ്രഭാതത്തിന്റെ സൂര്യനെ ചുവപ്പേൽപ്പിക്കുന്നതിന് നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു മാസക്കാലമായി നമ്മുടെ പ്രവർത്തകർ ചുട്ടുപൊള്ളുന്ന വെയിലത്തും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കൊടി ഉയരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചരിത്രം കുറിച്ചിട്ടുള്ള ഈ നിയോജക മണ്ഡലത്തിൻ്റെ കാലം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിടാതെ കാത്തുസൂക്ഷിച്ച നാട്ടികയുടെ ഇടതുപക്ഷ പ്രവർത്തകരും നല്ലവരായ സുഹൃത്തുക്കളും നാട്ടുകാരും ഈ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള റാലിയാണ്. ഈ പൊതുയോഗം നിങ്ങൾക്കറിയാം, നാളത്തെ കൂടി കഴിഞ്ഞാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ജനഹൃദയങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എക്കാലത്തും നിന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. മുതലാളിത്തത്തിനെതിരെ പടപൊരുതിക്കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ പുറകോട്ടടിക്കാതെ മുന്നോട്ട് പോകുമെന്ന പ്രതിജ്ഞയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും കൈക്കൊണ്ടിട്ടുള്ളത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെയും സാധാരണക്കാരൻ്റെയും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എക്കാലത്തും പങ്കുചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള 3ാം ഭരണമാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ജനഹൃദയങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പ്രത്യേകിച്ചും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ ഭൂരിപക്ഷത്തോട് വോട്ട് ചെയ്ത് ഭരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മുന്നേറാൻ വേണ്ടി പറയുന്നത്. ഞാൻ ദീർഘമായി എൻ്റെ ഒരു സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. ഈ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് ഡേവിസ് മാസ്റ്റർ. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് ഡേവിസ് മാസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് മേഖലയും പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ നമ്മുടെ പ്രിയങ്കരിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഗീതാ ഗോപിക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് പി കെ ലോകിദാസനാണ്. പി കെ ലോകിദാസൻ നേരത്തെ തന്നെ ഇവിടെ സന്നിഹിതനാണ്. ആ സഖാവിന് ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള സഖാവ് കെ കെ ജോബി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് കെ കെ ജോബിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ചേർപ്പിലെ പ്രവർത്തനങ്ങൾക്കും ചേർപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എൻ്റെ സുഹൃത്തുമായ KK അനിലെ ഈ വേദിയിലുണ്ട്. സഖാവ് അനിലിന് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. NCPയുടെ നേതാവ് പോൾ സേട്ടൻ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സുഹൃത്തിനും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. മറ്റ് മേഖലാ സെക്രട്ടറി പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജയകൃഷ്ണേട്ടൻ എല്ലാ സ്ഥലങ്ങളിലും സജീവമായി ഓടിയെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജയകൃഷ്ണൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ജയകൃഷ്ണന് ഞാൻ ഈ ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റുമാർ സഖാവ് സന്തോഷ് കുമാർ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ, PS സനന്ദ്, അതുപോലെ തന്നെ VM വിനോദ് ഉൾപ്പെടെ ഷമീർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളും സഖാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സഖാവ് PK ലോകിദാസിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. സഹകളെ, കേവലം 3 നാളുകൾ കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ബൂത്തുകളിലേക്കുള്ള പ്രയാണം ആരംഭിക്കണമെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ 3-ാം ഊഴം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരിയായി കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളിൽ ഒരുവളായി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സുഖദുഃഖങ്ങളിലൊക്കെ തന്നെ പങ്കുചേർന്ന ഏറെ പ്രിയങ്കരിയായ നമ്മുടെ സഹോദരിയും എല്ലാമാണ് ഗീതാ ഗോപി എന്ന് നമുക്കറിയാം. 29ാമത്തെ വയസ്സിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി, പിന്നീട് ചെയർമാനായി പൊതുരംഗത്ത് നിറസാന്നിധ്യമായ ഗീതാ ഗോപി ഒരിക്കൽ കൂടി നമ്മളോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാശങ്കയും നമുക്കില്ല. ഇന്നലെ ഇവിടെ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ഞാനും അതുൾപ്പെടെ കണ്ടതാണ്. ഒരുപാട് പണത്തിൻ്റെ കൊഴുപ്പ് നമ്മൾ നേരിട്ട് കാണാനിടയായി. കാരണം എല്ലാവർക്കും നല്ല കസവിൻ്റെ സാരിയും സുഖകരമായ ബിരിയാണി ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ഒരു സമ്മേളനം നടന്നത്. ഇന്ന് നടക്കുന്ന സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ നിലനിൽപ്പാണ്. ഇന്ത്യക്ക് മാതൃകയായ എല്ലാ കാര്യങ്ങളും മാതൃകയായ കേരളം എന്ന ഈ കൊച്ചു പച്ചത്തുരുത്ത് ഇനി ഒരിക്കൽ കൂടി UDF-ന്, BJP നമ്മുടെ മുമ്പിൽ ഒരു കക്ഷിയേ അല്ല, ഒരിക്കൽ കൂടി UDF-ന്റെ കരങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് കാലങ്ങളായി നമ്മുടെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറി വന്ന സർക്കാരുകൾ നമ്മൾ കണ്ടു. പക്ഷേ ഓരോ മാറ്റവും നമുക്ക് വേദനകളാണ് സമ്മാനിച്ചത്. എന്നൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, അന്നൊക്കെ അതിൻ്റെ തൊട്ട് 5 വർഷക്കാലം നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളും തകർന്ന തരിപ്പണമാകുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കാം. ക്ഷേമ പെൻഷൻ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. അതൊന്നും ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ കിടക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പാണ്. ഇന്ന് തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 3 റാലികൾ നടക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി ആദ്യം ഈ റാലിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അധ്യക്ഷ പ്രസംഗം എന്ന നിലയ്ക്ക് നടത്താം എന്നുള്ളത് കൊണ്ട് അവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ, നിങ്ങളെ വോട്ടഭ്യർത്ഥിക്കാൻ പ്രിയങ്കരയായ നമ്മുടെ ഗീതാ ഗോപിയെ സാദരം ക്ഷണിക്കുന്നു.